ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള അതിരുചികരമായിട്ടുള്ള ഒരു ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു റെസിപ്പിയിലോട്ട് നമുക്ക് ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആവശ്യമില്ല. കുറച്ച് മസാലപ്പൊടികൾ മാത്രം മതി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ പെരട്ടാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പിയിലോട്ട് പോവാം. അതിന് മുമ്പ് നമ്മുടെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബ്ലെൻഡറിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് മസാലപ്പൊടികളെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 4-5 ഗ്രാമ്പു, ഒരു 4-5 ഏലയ്ക്ക, പിന്നെ ചെറിയൊരു പീസ് കറുവപ്പട്ട, അത് ഞാൻ ബ്ലെൻഡറിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് പകരം ഗരം മസാലപ്പൊടി ആയാലും കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് ഒരു 2.5 ടീസ്പൂണ് നിറയെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. നല്ലൊരു കളർ കിട്ടാൻ അതാണ് നല്ലത്. പിന്നെ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ എത്രയാണോ എടുത്തത് അതേ അളവിൽ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 2.5 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി കേട്ടോ. പിന്നെ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ചെറുനാരങ്ങയുടെ നീര് ഒരു 2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. നമ്മളതിലേക്ക് തക്കാളിയൊന്നും ചേർക്കുന്നില്ല, അപ്പം പുളിക്കായിട്ട് നമ്മൾ ചെറുനാരങ്ങയുടെ നീരാണ് ചേർക്കുന്നത്. ചെറുനാരങ്ങ ഇല്ല എന്നാണെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ വിനാഗിരി. പിന്നെ അതിന് ശേഷം കുറച്ച് വെള്ളം, ഇതൊന്ന് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം. നല്ല തിക്കായിട്ടാണ് കേട്ടോ അരക്കേണ്ടത്. നല്ലതാണ്, ഈ ഒരു പരുവത്തിലാണ് അരക്കേണ്ടത്. വല്ലാണ്ട് കുറേ വെള്ളം ഒഴിച്ചിട്ട് ഭയങ്കര ലൂസായിട്ട് അരച്ചെടുക്കരുത്. നല്ല തിക്കായിട്ടിരിക്കണം, ഇതുപോലെ ഇരിക്കണം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ അരച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അരയ്ക്കുമ്പോൾ ആ ഒരു മെഷർമെൻറ്റ്സ് കണക്കായിട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു മസാല റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള പേസ്റ്റാണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ ഇതുപോലൊരു ഉരുളി എടുത്തിട്ട് നല്ല കട്ടിയുള്ള പാത്രം എടുക്കുക കേട്ടോ. എന്തെടുക്കുവാണെങ്കിൽ നല്ല കട്ടിയുള്ളത് തന്നെ എടുക്കുക. ഞാൻ ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം വെളിച്ചെണ്ണ ചൂടായ ശേഷം കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ ഇനി ചെയ്തെടുക്കാൻ കേട്ടോ. ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ മസാല നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. അതുപോലെ തന്നെ അതിൻ്റെ കളറ് മാറും. ഈ മസാലയുടെ കളറ് മാറിയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റിലും മാറ്റം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കളറ് മാറാണ്ട് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. വെള്ളം കൂടി പോകാണ്ടേ നോക്കണം. വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിത് കുറേ നേരം ഇട്ടിട്ട് വേവിക്കേണ്ടി വരും. ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വരുമ്പോൾ കുറേ ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേസ്റ്റിലോട്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഇനിയൊരു 4-5 മിനിറ്റ് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്ന പോലെ കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ കളറ് മാറിയിട്ട് നല്ലൊരു കളറിൽ വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പോലും നല്ല കളറുണ്ടാവും നമ്മുടെ ചിക്കൻ ഡിഷിന്. അപ്പം ഈ എണ്ണയിൽ നന്നായിട്ട് വറുത്തിട്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു കളർ കിട്ടും. അതുപോലെ നമ്മൾ മസാല അരച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഉപ്പ് ചേർത്തു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിങ്ങനെ വറുക്കുമ്പോൾ ഉണ്ടാവുമല്ലോ ഒരു പ്രത്യേക ഒരു ചുമ വരലൊക്കെ, അതൊന്നും ഉണ്ടാവില്ല. മസാല അരക്കുന്ന സമയത്ത് അതിലോട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഏലക്കൊക്കെ ഞാൻ പച്ചക്ക് ചേർത്തിരുന്നല്ലോ, അപ്പോൾ അതൊന്നും വല്ലാണ്ട് അരഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഞാൻ പിന്നെ ഇതിലോട്ട് ഇട്ട ശേഷമാണ് കണ്ടത്. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ ഒരു സ്റ്റേജിൽ നമ്മളിതിലോട്ട് 1 കിലോ ചിക്കന് ഞാൻ വല്ലാണ്ട് ചെറിയ പീസാക്കിയിട്ടില്ല, മീഡിയം സൈസ് പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലോട്ട് പ്രത്യേകിച്ചൊന്നും ചേർക്കാനില്ല. ലാസ്റ്റ് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. നമ്മളിപ്പോൾ ചേർത്ത പൊടികൾ തന്നെയാണ്. എന്നാലും ഇതിൽ നന്നായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. ഒന്ന് തിളച്ച് വന്ന ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം. പിന്നെ ഇതുപോലത്തെ റെസിപ്പീസൊക്കെ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല കോട്ട് ചെയ്തിട്ട് വരണം.
ഇപ്പോൾ കണ്ടോ ചിക്കനിലെ വെള്ളമൊക്കെ പുറത്തേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം വെള്ളമായിട്ടുണ്ട്. നമ്മളിതിലോട്ട് ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. മസാലയിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് പോലും ചിക്കനിലെ വെള്ളമൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചിക്കന് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം വെള്ളമൊക്കെ വാർത്തെടുത്തിട്ട് വേണം ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ കുറേ നേരം എടുക്കും ഇതൊന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ അത്യാവശ്യം നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഒരു 2 ടീസ്പൂണും കൂടി മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഞാൻ കുറച്ച് മാത്രം മുളക് പൊടി ചേർക്കുന്നുള്ളൂ. ഇവിടെ അത്ര എരിവ് വേണ്ടാന്ന് വിചാരിച്ചിട്ട്. എന്നാലും നിങ്ങൾ ചേർക്കുമ്പോൾ 2 ടീസ്പൂൺ തന്നെ മുളക് പൊടി ചേർത്തോളൂ. പിന്നെ കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടി ചേർക്കുന്നുണ്ട്. ഉണക്കമുളക് പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് 3 കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. അത് 3 ചേർക്കുന്ന സമയത്തും നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക കേട്ടോ. അത് ചേർത്ത പടൻ ഇതുപോലെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരും. മസാല ഒന്ന് കോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ലാസ്റ്റ് ഇതുപോലെ മല്ലിപ്പൊടിയും അതുപോലെ മുളകും പൊടിയും ചേർക്കുന്നത്. അത് ചേർക്കാണ്ടിരിക്കരുത് കേട്ടോ. ചേർത്താലേ ഇതുപോലെ ഇങ്ങനെ ചിക്കനിലെ ഓരോ പീസിലും മസാല കണ്ട് കോട്ട് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് വരുള്ളൂ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു ചിക്കന് പ്രത്യേക ഒരു മണമാണ്, അതുപോലെ അടിപൊളി ടേസ്റ്റാണ്. നമ്മളിതിലേക്ക് എന്താ പറയുക ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ സവോളയോ തക്കാളിയോ അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒന്നും ചേർത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടാണ്ട് പുരട്ടിയെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു റെസിപ്പി എൻ്റെ ബ്ലോഗിൽ യൂട്യൂബൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് വെബ്സൈറ്റ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ ഷെയർ ചെയ്തിരുന്ന റെസിപ്പിയാണ്. അന്ന് ഇതിട്ട ശേഷം ഒരുപാട് നല്ല റീച്ച് കിട്ടിയൊരു റീച്ച് എൻ്റെ ബ്ലോഗിനാക്കി തന്നിട്ടുള്ള ഒരു റെസിപ്പിയായിരുന്നു ഈ ഒരു ചിക്കൻ പെരട്ട് റെസിപ്പി. അപ്പോൾ എല്ലാവരും വീണ്ടും ഇത് ട്രൈ ചെയ്യുക. ഞാൻ കുറച്ചൊരു വേരിയേഷൻ വരുത്തിയിട്ടുണ്ട്. അന്നത്തെ റെസിപ്പിയിൽ നിന്നും കുറച്ച് വേരിയേഷൻസൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാനിത് ചോറിൻ്റെ കൂടെ കേട്ടോ ഈ ഒരു ചിക്കൻ പെരട്ട് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെയ്ച്ചോറിൻ്റെ കൂടെയും അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ദോശയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ വരുന്നൊരു ചിക്കൻ ഡിഷാണ്. ഇപ്പോഴത്തെ ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ നിങ്ങൾക്ക് ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി അതിനൊന്നും ആവശ്യമില്ല. മസാലപ്പൊടികൾ കൊണ്ട് നല്ല കിടിലൻ ടേസ്റ്റിലുള്ള ചിക്കൻ ഡിഷ് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ചിലരൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് ചെയ്യാറുണ്ട്, ചിക്കൻ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചിക്കൻ വരട്ടിയൊക്കെ എടുക്കുമ്പോൾ ചിക്കൻ എന്താണ് ഈ ഒരു വൈറ്റ് കളറിൽ വരുന്നത്, അത് നല്ല മസാല കോട്ടഡൊക്കെ ആവാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ടോ വീഡിയോയുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.